ഹായ് കുട്ടികളെ, എല്ലാവർക്കും മൈഷാസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചെറുപയർ കറിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ദോശയ്ക്കൊക്കെ. ചെറുപയർ തലേന്ന് രാത്രി കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുപയർ പിറ്റേ ദിവസം കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഇടുക, തക്കാളി ഇടുക, പച്ചമുളക് ഇടുക, കുറച്ച് ചെറിയുള്ളി, ചെറിയൊരു കഷ്ണം സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് തൂകി പുറത്തേക്ക് പോവാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം ഈ ചെറുപയർ നമ്മൾ എന്ത് ചെയ്യുക, അധികം ഉടയ്ക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പം നോക്കിക്കോളൂ, ഞാൻ ഉടയ്ക്കണ കണ്ടില്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഈ ചെറുപയർ കറി. ഒന്ന് നിങ്ങൾ ഇതേ സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കും. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒന്നും കൂടി ഉടയ്ക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങയിനകത്ത് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയും നമ്മൾ നന്നായിട്ട് പട്ട് പോലെ അരച്ചെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചുടുവെള്ളം ആ മിക്സിയിൽ ഒഴിച്ചിട്ട് ഒന്നതിനകത്തേക്ക് ഇളക്കി ഇടുക. കുറച്ച് ആ മിക്സി ഒന്ന് കഴുകി ഒഴിക്കാനായിട്ട്, അധികം വെള്ളം ആവരുത്. ഇത് നമ്മൾ ആ നൂൽപുട്ടിലേക്കൊന്ന്, ഇനി പുട്ടായാലും നൂൽപുട്ടായാലും അതിലേക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു അപാര ടേസ്റ്റാണിത്. ഇതൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കരിവേപ്പിലിട്ട് 2 കഷ്ണം ഉണക്കമുളകും കൂടി, ഞാൻ കരിവേപ്പിലയുടെ കൂടെ നടുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല, അതും കൂടി ഇട്ട് തൂമിച്ചിട്ടൊന്ന് ഒഴിച്ചിട്ട് ഈ കറി കൂട്ടിയൊന്ന് നിങ്ങൾ നൂൽപുട്ടൊക്കെ കഴിക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ കൂട്ടുകൂടണേ. എന്നിട്ട് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് വർക്കൗട്ട്, ജിം എന്താണ്, ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തും നിങ്ങളെ കേട്ടോ. ഓക്കെ, ബായ്.